ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അതിനെ പറ്റി നമുക്ക് ഒരു വിഷമം വേണ്ട. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകറി. അപ്പൊ അതിന് കായും ചേനയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ വെറുതെ നിങ്ങൾക്കൊന്നും പറയാം. കടല വേവിച്ച് വെച്ചത്, നാളികേരം ചതച്ചത്, ജീരകം നാളികേരം കൂടി, കറിവേപ്പില, നാളികേരം ഇത് വറവിടാനുള്ളതാണ്, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഉഴുന്നുപരിപ്പും ഉണക്കമുളകും കടുകും വറവിടാനാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പൊ നമുക്ക് ഇത് വേവാനിടാം. സാരിയൊക്കെ ഓക്കെ അമ്മ. ഒരു കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ നഖത്തിൽ നെയിൽ പോളിഷൊക്കെ തേക്കട്ടെ. അതെന്താ അമ്മ അങ്ങനെ അപ്പൊ ഇത് വേവാനുള്ള വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതില് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മുടിയിൽ ഇത്തിരി മല്ലിയ മുള്ളോ എന്തെങ്കിലും വെക്കണ്ടേ? പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് പൊടി വേണ്ട, അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെമ്പരത്തി പൂവെങ്കിലും വെക്കണ്ട അമ്മ. അത് നിനക്ക് ഞാൻ വെച്ച് തരാം. ഒരു പൂവിന് നമ്മൾ ദോഷം ഇതിലിട്ടിട്ട് നമ്മൾ ഇതൊന്ന് വേവാൻ വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ മാതാവേ, എല്ലാ പൂവിനും അതിൻ്റെതായ വിലയുണ്ട് മാതാവേ. ചെണ്ടുമല്ലി വെക്കാം, ചെമ്പരത്തി വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം. ഞാൻ ചെവിയിൽ വെക്കേണ്ട കാര്യമല്ല പറഞ്ഞു, തലയിൽ വെക്കാം. അതിന് അതിൻ്റെതായ അളകുണ്ടാവും. ഇപ്പൊ വേവണേന്റെ ഇത് അമ്മ സ്ഥിരം പറയണതാണ്, എന്നാലും വെറുതെ അമ്മ ഒന്നും കൂടി പറയാണ്. ആർക്കും അറിയാത്തത് അമ്മ ഉണ്ടാക്കണമെങ്കിൽ അമ്മ സ്വന്തമായിട്ട് വല്ലതും കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ എൻ്റെ അമ്മ ചിലതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും വേറെ ഉണ്ടാക്കണമെങ്കിൽ അമ്മ ഒരു കിച്ചൺ ലാബ് തുടങ്ങേണ്ടി വരും. മനസ്സിലായില്ലേ? ചെറിയ വ്യത്യാസങ്ങൾ തന്നെയാണ് അമ്മ പാചകം. മനസ്സിലായില്ലേ? ഇപ്പോൾ പണ്ട് കാലത്ത് ചുട്ടു തിന്നുണ്ടായ സാധനമാണ് ഇന്ന് തന്തൂരി എന്ന് പറയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് കുറച്ച് വ്യത്യാസം വരുത്തിയാണ് അങ്ങനെ പല രീതിയിലും വരുന്നത്. ഇപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്ന് നമുക്ക് കഥ പറയാനല്ല അനുവദിക്കുന്നത്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് അമ്മ ചില ഉത്തരങ്ങൾ നൽകും. അത്ര മാത്രമാണ് ഞാൻ ചിന്തിക്കുള്ളൂ. അപ്പം ചോദ്യങ്ങൾ ചോദിക്കും. എന്താ അമ്മയോട് ആരും ചോദിക്കാൻ പാടില്ല? അമ്മ ആരെ അച്ഛമ്മോ? അതല്ല അമ്മ ഇവിടെ കേക്ക്. അമ്മ അതല്ലാന്ന് അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം, ഈ കാണുന്നവർക്കും അറിയാം. ഏത് മറ്റൊരു പേര് പറഞ്ഞില്ലേ അമ്മ? ഞാൻ ഒരിക്കലും അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. അതുകൊണ്ട് നിസാരമായ ചോദ്യങ്ങൾ. ഇപ്പോൾ നമ്മളെല്ലാവരും ഭക്തരാണ്. ഭക്തിയില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ ഭക്തരാണ്. നമ്മളൊക്കെ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് എന്തിനാ അമ്മ പേടിക്കണ്ട, അങ്ങനത്തെ ബുദ്ധിമുട്ട് പിടിച്ചൊന്നല്ല. നമ്മളൊക്കെ അമ്പലത്തിൽ പോയിട്ട് അമ്മ അതാ ചുമക്കിടോ, വെള്ളം കുടിക്കണോ? ഇല്ല, നിസ്സാര ചോദ്യം. ഏത് സാധാരണക്കാരോടും ചോദിച്ചാൽ കിട്ടുന്ന മറുപടി, കിട്ടുന്ന ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പം നമ്മളൊക്കെ അമ്പലത്തിൽ പോകൂലേ? നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിനോട് ചോദ്യമായിരിക്കും. പല രീതിയിലുള്ള ചോദ്യങ്ങൾ. എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുമ്പോൾ ഭഗവാൻ നേരിട്ട് ഉത്തരം തരാറില്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ ചിലർക്ക് അപ്പം തന്നെ ആ നിമിഷം തന്നെ അമ്പലത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തോന്നലിൽ വ്യത്യാസം വരും. പ്രാർത്ഥന ഇതായിരിക്കുമോ, അതിനെ ശരിയെന്ന് നമ്മൾ തന്നെ ചിന്തിക്കില്ല. അപ്പോൾ നമ്മുടെ ചിന്തകൾക്കുള്ളിലാണ് ഭഗവാൻ മറുപടി തരുന്നതെന്നാണ് നമ്മൾ പറയുക. എന്നാലും സാങ്കല്പികമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ എന്ത് വേണം? ഒരു അമ്പലമോ പള്ളിയോ എന്തെങ്കിലും വേണം. എന്നാലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നുള്ളൊരു വിശ്വാസം കൂടുതൽ നമുക്ക് ഉണ്ടാവുക. അതിനാണ് ഇടയ്ക്കെപ്പോഴതിനൊക്കെ ഒന്ന് അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകണമെന്ന് പറയുന്നത്. വേറെ ഒന്നല്ല, നമ്മളിവിടെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും, എവിടെ ഇരുന്ന് നമ്മൾ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പക്ഷേ ആ കേൾക്കുന്ന ദൈവം അവിടെ നിൽക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് വരുത്താം. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രതിമയ്ക്ക് മുമ്പിലോ അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ഉത്തരം തരും? അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? അറിയണത് പറഞ്ഞാൽ മതി. അറിയാത്ത ചിലപ്പോൾ ഞാൻ പറയും, എനിക്കും അറിയാത്തത് അമ്മ പറയും, അങ്ങനെ മതി. അപ്പോൾ ചോദിക്കട്ടെ? അപ്പോൾ ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിക്കണത് അറിയോ? അമ്പുട്ടാ,
അല്ല അമ്മൂട്ടാന്ന് പറയാൻ പറ്റില്ല, അമ്മൂട്ടാന്ന് പറയാൻ പറ്റില്ല, തെറ്റിപ്പോയി കേട്ടോ, സോറി. അപ്പം അല്ലല്ലോ, ഭഗവാനാണ്. അപ്പം ഭഗവാനാണ് അമ്മ എന്ന് ഞാനൊന്ന് അങ്ങനെ സങ്കല്പിച്ചോളൂ കേട്ടോ, ഭഗവാനാണെന്ന് സങ്കല്പിച്ചോളൂ. ഭഗവാൻ എന്ന് പറയുമ്പോൾ കറണ്ട് പോയല്ലോ, എന്തിനറിയാം കറണ്ട് പോയത്? അതറിയാം അമ്മയ്ക്ക്? ഈ ഭഗവാന്റെ പേര് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്. ആൾദൈവങ്ങളും കൊണ്ട് ലോകം നിറഞ്ഞെടുക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മ ഒരു ആൾദൈവം ആയാലോ എന്ന് ദൈവം അപ്പോൾ തന്നെ കറണ്ട് അത് വേറൊന്നുമല്ല, കുറച്ച് നേരത്തിനായാൽ മതി, അതിന് ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പം അങ്ങനെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഏത് ദൈവമാണ് അങ്ങനെ? അപ്പോൾ അതൊക്കെ ദൈവങ്ങളൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ദൈവങ്ങൾക്ക് ശൃംഗാരപ്രിയന്മാരാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് പറയാനില്ല. ചോദ്യം ഇത്ര മാത്രം: ഞാൻ ജനിച്ച നാട് മുതലും എൻ്റെ അപ്പൂപ്പൻ ജനിച്ച നാട് മുതലും അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ജനിച്ച നാട് മുതൽ, എന്തിന് ഭൂമി ഉണ്ടായ നാട് മുതൽ ഒരു ചൊല്ലുണ്ട്: നല്ലവരെ ദൈവം പരീക്ഷിച്ചും കൊണ്ടേ ഉണ്ടാവും. എന്നാൽ പൊട്ട ആൾക്കാർക്ക് ദൈവം ഇഷ്ടം പോലെ കൊടുക്കും, അവസാനം കൈവിടുന്നൊരു പറച്ചലുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവത്തിന് ഇത്തിരി മര്യാദ വേണ്ടേ? ദൈവത്തിനോട് ചോദിക്കണ്, വേണോ വേണ്ടേ? ദൈവം എന്താ ചെയ്യേണ്ടത്? നല്ലവരെ നന്നാക്കി വിടുക. ഈ പൊട്ട ആൾക്കാർക്ക് ഇഷ്ടംപോലെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ജീവൻ പോവാണേന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ചത്തു പോയിട്ട് അവിടെ നരകം കൊടുക്കാവുന്ന വല്ല കാര്യമുണ്ടോ? ദൈവമേ, നിനക്ക് ആ നല്ല ആൾക്കാർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ളത് എന്തെങ്കിലും നന്മ ചെയ്തൂടെ? എന്തിനാ ഈ പൊട്ട ആൾക്കാർക്ക് മാത്രം ചെയ്യണത്? അതെ, ദൈവമായ എന്റെ കടമയല്ല അത്, മനസ്സിലായോ? എന്താ അറിയോ, നല്ല ആൾക്കാർ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതിൽ അവരെന്ത് വിചാരിക്കും, ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ദ്രോഹം ചെയ്ത പോലെയാണോ, അല്ലെങ്കിൽ ആ മനുഷ്യന് ബുദ്ധിമുട്ടാവുമോ ഞാൻ കാരണം? അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം എൻ്റെ അഭിമാനം നോക്കണം, മറ്റവരുടെ കാര്യം നോക്കണം, അവർക്ക് അങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കും. ദൈവദ്രോഹം ആവുമോ അങ്ങനെ പേടിക്കുക അവർ എന്തു ചെയ്യാനും. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല, നമ്മൾ ഈ നമ്മുടെ അഭിമാനം കളഞ്ഞ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമുക്ക് ജീവിക്കരുത് എന്നുള്ളൊരു നല്ല മനസ്സ് അവർക്ക് ഉണ്ടാവും. അപ്പോ ഈ ചീത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം, എന്തും ചെയ്തിട്ട് അവര് വിജയിക്കും. അപ്പൊ അവര് എല്ലാത്തിലും എല്ലാ മേഖലകളിലും അവർ വിജയിക്കും. കാരണം അവരൊന്നും ചിന്തിക്കില്ല മറ്റുള്ളവർക്ക് നന്മ വേണ്ടോ, അല്ല എന്റെ അഭിമാന ക്ഷേത്രത്തിന് വല്ലതും സംഭവം, ഒന്നും ചിന്തിക്കാതെ അവരുടെ മുന്നേറും. അപ്പൊ അവർക്ക് എന്താ പറഞ്ഞാൽ അവരുടേതായ രീതിയിൽ അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവും. നന്മകൾ വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള പൈസയോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവും. പക്ഷെ ഈ ആൾക്ക് ഇത് തോന്നലില്ല. അപ്പൊ അങ്ങോട്ട് ആ രീതിയിൽ ജീവിച്ചെന്നാലും അതിലവർക്ക് സന്തോഷമായിരിക്കും. പക്ഷെ നന്മ തിന്മ എന്നുള്ളതൊന്നും ദൈവം വേർതിരിച്ചതല്ല. അതിനുള്ള പ്രതിഫലമൊക്കെ അവസാനം ഞാൻ തന്നെ തരും, മനസ്സിലായ? എന്നാൽ ഈ പാവപ്പെട്ടവർ ഇത്രയും നന്മ ചെയ്യണവരെ വെറുതെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ലോകത്ത് മുഴുവൻ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കയറ്റി ഏറ്റവും ഉന്നതയിൽ കൊണ്ടുപോയി ചെയ്യുന്ന കർമ്മമാണ്. അതിന്റെ ഫലം അവരവർക്ക് പിന്നെ കിട്ടും. നിനക്ക് ഇപ്പൊ തന്നെ എല്ലാം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചൂടോടെ എടുത്തിട്ട് അങ്ങോട്ട് വായനയ്ക്ക് വല്ലതും ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? പൊള്ളു. ആഹാ, അപ്പൊ നല്ലവനെ നിങ്ങൾ വീണ്ടും പരീക്ഷിക്കുന്ന പറയണ? പരീക്ഷിക്കല്ല, അത് എല്ലാം കണ്ട് അവർക്ക് നന്മയൊക്കെ ഉണ്ടാവും. എന്നാ എൻ്റെ ദൈവം ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞാൽ എന്തറിയോ, മകനെ നീ ഒരു തണുപ്പത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ നീ എന്ത് ചെയ്യുന്നു എന്നോട് ചോദിച്ചു. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ഒരു തണുപ്പത്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അമ്മ ഒരു തണുപ്പത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോ അമ്മ എന്ത് ചെയ്യും? ഈ തണുപ്പ് കവർ ചെയ്യാനുള്ള ഗ്ലൗസ്, തൊപ്പി, കാര്യങ്ങൾ എല്ലാം അമ്മ ഇടും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ ഇടുന്നത്? അത് തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അത് വേണല്ലോ. അപ്പോ ഈ തണുപ്പ് അത് ഇടാണ്ട് നമ്മൾ പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കാറ്റും വെയിലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൊള്ളും. അഴുക്കുണ്ടെങ്കിൽ അത് പറ്റും. അങ്ങനെ പലതും. ഇപ്പൊ നമ്മള് ഡ്രസ്സൊന്നും ഇടാണ്ട് ഇപ്പൊ നമ്മുടെ ഈ കൈയില്ലേ, അപ്പൊ ഞാൻ ഇതുവരെയാണ് എന്റെ കൈ, അപ്പൊ ഇവിടുന്ന് ഇങ്ങിടുന്നു. അപ്പൊ ഈ ഭാഗത്ത് ഞാൻ തണുപ്പ് മാത്രല്ല, കാറ്റും വെയിലും എന്തായാലും ഞാന് ചിലപ്പോ നീ കണ്ടില്ലേ, ചിലപ്പോ വെയിലത്ത് നീ പോയിട്ട് വരുമ്പോ ഹാഫ് കൈ ഷർട്ടിട്ട് വന്നിട്ടുള്ളൂ, അമ്മ നോക്കമ്മ എന്റെ കൈ കറുത്തു പറയില്ലേ. അതേപോലെ അഴുക്കും ചളിയും വെയിലും ഒക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അത് പറ്റും. നമ്മുടെ വസ്ത്രം കൊണ്ട് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്ത്രത്തിൽ അത് പറ്റും, നമ്മുടെ ശരീരത്തിൽ പറ്റും. അപ്പൊ പോയിന്റ് പിന്നോട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ നന്മ ചെയ്യണ മനസ്സെങ്ങനെ അറിയോ? ആർക്കേലും ഞാൻ ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അതവർക്ക് വിഷമാവും. നാളെ അവർ മനസ്സിലാക്കി എന്നെപ്പറ്റി എന്ത് ധരിക്കും എന്നുള്ള മനുഷ്യൻ, ഇതെന്നെ അമ്മ പറഞ്ഞില്ലേ, ശരീരം മറയ്ക്കാണ്ട് നടക്കുക എന്ന് പറഞ്ഞില്ല, അതുപോലെ മനസ്സിൽ മറയില്ലാത്തവരാണ്. അപ്പം ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടന്നാൽ മതി. അവർ പറയണ വാക്കുകളൊക്കെ എൻ്റെ ശരീരത്തിൽ തട്ടില്ല എന്ന് പറയണം. ഗ്ലൗസ് ഇട്ട് നടക്കണം, മറയും കൊണ്ട് നടക്കണമെന്നാണ്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായോ? മനസ്സിൻ്റെ മുകളിലൊരു മറ വയ്ക്കും.
അപ്പോൾ മനസ്സിൻ്റെ മുകളിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ക്രീൻ വെക്കുക എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പത്ത് നമ്മളൊരു മറ വെക്കുക. എന്തെന്നെ വന്ന് അത് തട്ടിപ്പോയാൽ അങ്ങനെ പൊക്കോട്ടൊക്കെ എഴുതിയാൽ പോകുന്നു പറഞ്ഞ ജീവിതത്തിൽ അവന് അതാവാം. അതിൻ്റെ പകരം ഈ വരുന്നതെല്ലാം എൻ്റെ ശരീരത്തിന് ബാധിക്കും. ശരീരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മനസ്സാണ് കേട്ടോ. ഈ മനസ്സിനെ ബാധിക്കും. ഞാൻ അവർക്ക് ദ്രോഹം ചെയ്ത് എനിക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അത് കുറ്റബോധം എനിക്കുണ്ടാവുന്ന തോന്നൽ വരുന്നവൻ നന്മയുടെ മനസ്സിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ദൈവമല്ല പരീക്ഷിക്കണതെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പകരം നീ തന്നെയാണ് നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മയുള്ളവൻ ഒരാൾക്കും ദ്രോഹം ചെയ്യില്ല. ഒരാൾക്കും ദ്രോഹം ചെയ്യാതെ അവന് ഒരുപാട് കാശുണ്ടാക്കാൻ സാധിക്കുകയില്ല. കാശുണ്ടാക്കണേ കുറച്ചൊക്കെ കണ്ണിങ് ആയിട്ടുള്ള മൈൻഡൊക്കെ ഉണ്ടാവണം. അതില്ലാണ്ട് നീ നന്മ മാത്രം ചെയ്യും, നന്മ മാത്രം ചെയ്യും പറഞ്ഞാൽ അല്ല, ദൈവത്തിന് അറിയാത്ത ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നന്മ മാത്രം ചെയ്യും, നന്മ മാത്രം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു ഇത്തിരി കണ്ണിങ് വേണം പറയും പോലെ ചില കാര്യങ്ങളിലൊക്കെ ഇത്തിരി കണ്ണിങ്ങായിട്ട് നിൽക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടുണ്ടാവും. ആൾക്കാരുടെ വിശ്വാസത്തെ കയ്യിലെടുത്താനും അതൊന്ന് മുതലെടുക്കാനും കഴിയണവ മാത്രമാണ് പൈസ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഒരു വാക്ക് പറയുമ്പോൾ അമ്മ ഉരുളക്കിഴങ്ങ് പറയുമ്പോൾ ഉരുളക്കിഴങ്ങിന് കുറച്ച് മസാല ഇട്ടു. ആ മസാല ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് വന്നിട്ട് കൊടുത്ത അതിശയത്തിൽ അവർ മേടിച്ച് കഴിക്കും. അതിൻ്റെ പകരം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അയ്യോ അത് ഇത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ നന്നാവണമെന്ന് പറഞ്ഞാൽ അത് അവനെ കൊണ്ട് കഴിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം എന്നുള്ളതാണ് മറ്റവൻ്റെ രീതി. ശുദ്ധൻ്റെ രീതി എങ്ങനെയാണ്? അതിലെന്താ ഞാൻ ഇട്ടത്, അത് ഇന്നലെ ഉണ്ടാക്കിയതാണ്, ഇന്ന് ഉണ്ടാക്കിയതല്ലാന്നും കൂടി പറയും. അപ്പം എങ്ങനെയാണ് അവൻ നന്നാവുക? ഇതല്ലേ ദൈവം പറയാൻ പോയത്? ദൈവത്തിനോട് എനിക്കൊരു പരാതിയുണ്ട് കേട്ടോ. ദൈവമായിട്ട് പോലും ദൈവത്തിനടക്കം ദൈവം പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരേണ്ടി വന്നതാണ്. അത് ഏറ്റവും മോശമുള്ള കാര്യമാണ്. ഒന്നാമത് ദൈവമേ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് എന്നും ചോദിക്കാൻ ഞാൻ കൊതിച്ചിരിക്കുന്ന കാര്യമാണ്, ദൈവം ദേഷ്യപ്പെടരുത്. ദൈവം ദേഷ്യപ്പെടുമോ? വരുമോ? എന്നാണോ ഞാനൊരു കാര്യം ചോദിക്കാണ്ട് കുറേ അപ്പം നമുക്കൊരു ഇത്തിരി ചുടുവെള്ളമാണ് അങ്ങനെ വെന്തില്ലാന്ന് തോന്നുന്നു. എന്താ പറയുക, ഈ ചേനയ്ക്കൊക്കെ ഇത്തിരി വേവ് കൂടുതലല്ലേ, അപ്പം അതിന് ഇത്തിരി ചുടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അത് പെട്ടെന്ന് വെന്തു. അപ്പോൾ ഭഗവാൻ ഈ ചോദ്യത്തിന് കൂടി എനിക്കൊരു മറുപടി തരണം കേട്ടോ. അല്ല, ഇത് ആൺ ഭഗവാനാണോ സ്ത്രീ ഭഗവാനാണോ, പുരുഷ ഭഗവാനാണോ സ്ത്രീ ഭഗവാനാണോ? അപ്പോൾ നിങ്ങൾ ഏത് ഭഗവാനാണ്? ഇപ്പോൾ വേഷം കെട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, നിങ്ങൾ ഏത് രൂപത്തിലാണ് കാണുന്നത് ആ രൂപത്തിൽ. അവിടേക്ക് ഞാൻ വരാം. അങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിക്കാണ്ട് ഭഗവാനോട്. അതിന് മുമ്പൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പെണ്ണാണോ ആൺ ഭഗവാനാണോ ചോദിക്കരുത്. ഭഗവാനാണ്. അങ്ങനെ രൂപമൊന്നുമില്ല. ഭഗവാൻ അങ്ങനെ എല്ലാം ഭഗവാൻ തന്നെയാണ്, സമ്മതിച്ചു. ഇനി ഭഗവാനോടൊരു ചോദ്യമുണ്ട്, ശ്രദ്ധിച്ച് ഭഗവാൻ കേൾക്കണം കേട്ടോ. ഭഗവാനെ, ഞാൻ വലിയ വലിയ പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അല്ല ഭഗവാനെ, ഏക്കറക്കണക്കിന് സ്ഥലത്ത് ഭഗവാന്റെ ആലയം നിൽക്കുന്നുണ്ട്, അമ്പലം. അവിടെ നമ്മളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഫാനുണ്ട്, ചിലരൊക്കെ ബില്ലടിക്കുന്ന സ്ഥലത്ത് AC ഉണ്ട്. എൻ്റെ ദൈവമേ, നിൻ്റെ ഒരു ഗതികേട് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. നിനക്ക് ചെറിയൊരു ഗർഭകുടി അതിൻ്റെ ഉള്ളിൽ, അവിടെ ഒരു ലെവലേശം ഒരു ഓട്ട കാറ്റ് പോകാനുള്ള സ്ഥലം കൂടി ഇല്ല ഭഗവാനെ. ഇതിൻ്റെ ഉള്ളിൽ നിന്നെ വളഞ്ഞിരിക്കാൻ ചുറ്റും കുറേ പൂജാരിമാരും, ഇതിൻ്റെ ഉള്ളിൽ കർപ്പൂരം വിളക്കൊക്കെ കത്തിച്ച് പുകച്ച്. സത്യത്തിൽ പറയും ഭഗവാൻ, ഇത്രയൊക്കെ സൗകര്യം മനുഷ്യന് വേണ്ടി മനുഷ്യനുണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ അമ്പലം എന്ന് പറയുന്നത് വല്ല സത്യമുണ്ടോ? ഞാൻ വെറുതെ ചോദിക്കുകയാണ് കേട്ടോ. എന്താ അറിയോ, ഇത്രയൊക്കെ സൗകര്യം മനുഷ്യന് ഫാന് AC ഒക്കെ അപ്പുറത്തപ്പുറത്തുണ്ട്. എന്നിട്ട് ആ ചെറിയൊരു ഗർഭകൂടി കൂടി ഇത്രയും പേര് കൂടിയിട്ട് ഇടയ്ക്ക് വാതിലടയ്ക്കും, കുറേ മന്ത്രങ്ങൾ പറയും, ഒരു അലങ്കാരം ചെയ്യും, പിന്നെ വാതിൽ തുറക്കും. സത്യത്തിൽ ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ പുകഞ്ഞിട്ട് ഭഗവാൻ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഭഗവാൻ അവിടെ ഉണ്ടോ ശരിക്കും? ആഹ്വാനിക്കുമ്പോൾ അവിടെ സൃഷ്ടിച്ചവൻ ഭഗവാനാണ്. ഭഗവാൻ എവിടെ ഇരിക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല അല്ലേ? അല്ല, ചോദിച്ചാണ്. ഭഗവാൻ ദേഷ്യപ്പെടുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ എല്ലാ ഈ പ്രപഞ്ചത്തെ തന്നെ പരിപാലിക്കുന്നവൻ ഭഗവാനാണ്. അപ്പൊ ആ പരിപാലിക്കുന്ന ഭഗവാൻ ഏത് സ്ഥലത്തും ഇരിക്കുക, എങ്ങനെ ഇരിക്കുക? അപ്പൊ ഭഗവാൻ ഇരുട്ടിനും ഇതിനും ചെറിയ ഗർഭകുടിയിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ മനുഷ്യൻ അവിടെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാ പറഞ്ഞിട്ടാണ് ഈ ഫെസിലിറ്റി ഒക്കെ ചെയ്തെടുക്കണേ അല്ലേ? അപ്പൊ അതിനും ഭഗവാനെ ഉത്തരം കിട്ടി കേട്ടാ. ഭഗവാന്റെ കയ്യിൽ എല്ലാത്തിനും ഉത്തരം ഉണ്ടല്ലേ? ഭയങ്കര ഭഗവാനാണ് കേട്ടോ. നിങ്ങളൊക്കെ സൃഷ്ടിക്കാനുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ കയ്യിൽ ഉത്തരം ഉണ്ടാവും. പിന്നെ ഭഗവാനെ, പിന്നൊരു സീരിയസ് ചോദ്യമാണ് കേട്ടോ. ഭഗവാന് എല്ലാത്തിനെയും വാഹനാക്കിയിട്ടുണ്ട്. എല്ലാ മൃഗവും, ഒരുവിധം മൃഗങ്ങളൊക്കെ വാഹനാക്കിയ ഭഗവാൻ എന്താണ് മനുഷ്യനാക്കാണ്ടിരുന്നത്? ഭഗവാൻ ഉള്ളതോ? അല്ലെങ്കിൽ എന്റെ സ്ഥലത്ത് ആ മനുഷ്യൻ വന്നിരുന്നെ. അയ്യോ, എന്താണ് ഭഗവാൻ എങ്ങനെ? മനുഷ്യന് എത്രയും വിശ്വാസമില്ല. അല്ല, നിന്റെ ഇഷ്ടരൂപത്തിലല്ല ഭഗവാനെ മനുഷ്യനുണ്ടാക്കിയത്. അതെ, പക്ഷെ ആ ഇഷ്ടരൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ. ഇനി
ഭഗവാനെ വാഹനം കൂടി ആ ഇഷ്ടരൂപത്തിനെ കൊണ്ട് ആണെങ്കിൽ ഭഗവാനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ഇഷ്ടരൂപം പോയിട്ട് ഭഗവാനായി മാറിയത് അത്ര നന്മയുണ്ടല്ലേ. പിന്നെ പിന്നെ ഭഗവാനെ ഇതിപ്പോ ഈ കുക്കിങ്ങിന്റെ ഒപ്പം തന്നെ ഇത് പറഞ്ഞു തീർക്കാനുള്ള ഭഗവാൻ, അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുക്കിങ്ങിന്റെ പരിപാടി അതിലൊപ്പം നടന്നോട്ടെ. പിന്നെ ഭഗവാൻ എനിക്കൊരു ചോദ്യം കൂടി. ചോദ്യമൊക്കെ ചോദിച്ചോളൂ. ഇനി നമുക്കിതിലേക്ക് ഈ ചതച്ച നാളികേരം ജീരകം കൂടി ചതച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഭഗവാൻ ശ്രദ്ധിച്ച് കേൾക്കണട്ടോ, ഭഗവാൻ ഭയങ്കര മറവിയുണ്ട്. ഭഗവാൻ ചിലന്റെ പ്രാർത്ഥന കേൾക്കും, ചിലന്റെ കേൾക്കില്ല. ഇനി അടുത്ത ചോദ്യം എന്താ പറയുക ഭഗവാനെ, ഭഗവാനെ കാണാൻ വരുന്ന, ഞാൻ അമ്പലം മാത്രമായിട്ട് പറയുന്നില്ല, അത് ഏത് സ്ഥലമാണ്, പ്രസിദ്ധമായ പള്ളിയായാലും ശരി അമ്പലമായാലും ശരി. ഭക്ത ഞാൻ ഇതെല്ലാം ഉപ്പൊന്ന് നോക്കിക്കോട്ടെ എങ്ങനെയുണ്ട്. ഭഗവാൻ ഇപ്പൊ പാചകപ്പണിയിലാണല്ലേ, അതും വേണമല്ലോ, പ്രസാദമായിട്ട് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഭഗവാനെ ഇതൊക്കെ ശരിയാണ്. അവിടെ ഈ ഭഗവാൻ ഈ നട തുറക്കുന്ന സമയം അല്ലെങ്കിൽ പള്ളിയിൽ ഭഗവാനെ എന്നാൽ കണ്ടോട് വന്നിട്ട് വിടുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ചർച്ചിലായാലും അമ്പലത്തിലായാലും അങ്ങനത്തെ ആ സമയങ്ങളിൽ ഭഗവാനെ ഈ പൈസ നൽകിയ ആൾ ഏറ്റവും മുന്നിലുണ്ടാവും. ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഉണ്ടോ? ഈ ചില സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കൈക്കൂലി കൊടുത്തിട്ട് മുന്നിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബില്ലടിക്കുന്ന ആൾക്കാർ ഏറ്റവും മുന്നിൽ വന്നിട്ട് സംഭവമുണ്ട്. അതുപോലെ പാവപ്പെട്ടവർ എത്രയോ ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വെയിലത്ത് ഏറ്റവും പിന്നിൽ നിൽക്കുന്നുണ്ടാവും. ഭഗവാൻ ശരിക്കും നട ഇങ്ങനെ തുറക്കില്ലേ, നട തുറന്നു എന്ന് വെച്ചോളൂ. ഭഗവാൻ കാണുന്നത് മുഴുവൻ ഈ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരെയും പൈസ ഉള്ളവനെയല്ലേ. ഈ ദരിദ്രനെ കാണുന്നുണ്ടോ, വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ വേർത്ത് കുളിച്ച് കുട്ടീനെയൊക്കെ ഒക്കത്ത് ഇങ്ങനെ വെച്ച് കയ്യിലൊരു സഞ്ചിയും പിടിച്ച് ചിലപ്പോൾ റൂം എടുക്കാനും കൂടി കാശില്ലാത്ത ആ ഭക്തനെ ഭഗവാൻ കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും ഞാൻ കണ്ടത് ആ ആളെ ആയിരിക്കും. നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പൈസ കൊടുത്തിട്ട് നിൽക്കില്ലേ, ആ ആളെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ട്. അപ്പൊ ഭഗവാൻ ശരിക്കും അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ പിന്നാമ്പറത്തെ ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണോ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? നല്ല ദൈവമാണ് കേട്ടോ, ദൈവത്തിനോട് ഇത്തിരി വിശ്വാസം കൂടി. അപ്പൊ ഭഗവാനെ അടുത്ത ചോദ്യം. എന്താ ഭഗവാനോട് ചോദ്യം ചോദിക്കാൻ നിൽക്കുക? അല്ല, നമുക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ ഭഗവാനല്ലാണ്ട് ആരാധന. ദൈവത്തിനോട് ചോദിക്കേണ്ടത് ദൈവത്തിനോട് തന്നെ ചോദിക്കണം. മനുഷ്യനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൽ വരവിടേണ്ട പരിപാടികൾ നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മാറ്റി വയ്ക്കും. അപ്പൊ ഇനി ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ രണ്ടെണ്ണം എൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. അതൊക്കെ ചോദിച്ചോളൂ, അത് വരവിടുമ്പോ അതിൻ്റെ ഒപ്പം ചോദിച്ചോളൂ. ഇത് വെന്തു. ഇതെന്താ അറിയോ, ചേനയും കായൊക്കെ ഒരുമിച്ച് വേവും. ഈ മഴയൊക്കെയല്ലേ, മഴക്കാലത്ത് കർക്കിടക മാസത്തിലൊക്കെ അത് വേവും. അല്ലാത്ത സമയത്താണെങ്കിൽ ഈ ചേന നമുക്ക് ആദ്യം വേവിക്കേണ്ടി വരും. അപ്പോൾ ഇനി വരവിടേണ്ട പരിപാടി നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. അപ്പൊ എന്താ പറയാ ഭഗവാനെ, നിന്നെ ചില സ്ഥലത്ത് അള്ളാഹു എന്ന് വിളിക്കും, ചില സ്ഥലത്ത് യേശു എന്ന് വിളിക്കും, ചില സ്ഥലത്ത് കൃഷ്ണ, ഗുരു, ഈശ്വര എന്നൊക്കെ പല 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 പേരിൽ വിളിക്കും. പല പല കോസ്റ്റ്യൂംസിലാണ് നീ. ഒരു കോസ്റ്റ്യൂമിലല്ല പലയിടത്ത് കാണപ്പെടുന്നത്. ഒരു സ്ഥലത്ത് നീ ഫോട്ടോ തന്നെ അയച്ചു തന്നിട്ടില്ല, നിന്റെ രൂപം എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ നീ അവിടെ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ട് ആ രീതിയിൽ കാണിച്ചു തന്നിട്ടില്ല. നിന്റെ മക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ, ദേവദൂതന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ. ശരി, ഓക്കെ, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഭഗവാനെ ശരിക്കും ആ യേശുവിൻ്റെ രൂപമിട്ട് വന്നില്ലേ, അതായിരുന്നോ രൂപം? ആ കൃഷ്ണനായിട്ട് വന്നില്ലേ, അതായിരുന്നോ രൂപം? യഥാർത്ഥത്തിൽ ഈ രണ്ടിലെ കോസ്റ്റ്യൂം നിന്റെ ഏതാണ് നിന്റെ സ്വന്തമായിട്ടുള്ള കോസ്റ്റ്യൂം? അതെ, 3 വേഷത്തിന് ഞാൻ വന്നു. 3ഉം എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെ. എന്താ അതിൽ നിങ്ങളിപ്പോ വേറെ 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 വേഷം മാറുന്നില്ലേ? ഓരോ ഇപ്പോ 20 വർഷം മുമ്പുണ്ടാകുന്ന കോസ്റ്റ്യൂമാണോ ഇപ്പോ? അല്ല, നിങ്ങൾക്ക് ആണോ? അല്ലല്ല, ഞങ്ങൾ മനുഷ്യന്മാരങ്ങനെയല്ലേ. നിങ്ങൾ മാറിക്കൊണ്ടിരിക്കില്ലേ? അതുപോലെ ദൈവമായ ഞാൻ എന്തുകൊണ്ട് മാറിക്കൊള്ളാം? 10,000 വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊക്കെ ഞാൻ വരുമ്പോ എന്റെ കോസ്റ്റ്യൂമ് മാറിക്കൂടെ? അമ്പട ഭഗവാനെ, അതാണ് സംഭവം അല്ലേ. അപ്പൊ ഇത് 3 നീ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ മനുഷ്യന്മാർ നിന്റെ പേരും കൊടുത്ത് തല്ലുകൂടുന്നത്? അതിന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ നിനക്ക് അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞൂടെ? അംഗീകരിക്കില്ല. അപ്പൊ വേഷത്തിൽ വന്നതാണ് എന്റെ, ഈ വേഷത്തിൽ വന്നതാണ് എന്റെ, ഓടക്കോട് എടുത്തതാണ് എന്റെ, അങ്ങനെ പറഞ്ഞ അവര് തല്ലൂടെ. അത് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ഈ 3ഉം ഞാൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പുറത്ത് ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ റോസാപ്പൂ നട്ടു, അപ്പുറത്തെ സ്ഥലം ഉണ്ടാക്കിയിട്ട് താമരപ്പൂ നട്ടു പറഞ്ഞ പോലെ അല്ലേ. അപ്പൊ 2 കൃഷിയും ദൈവം തന്നെയാണ് ഉണ്ടാക്കിയത്. 2 രൂപത്തിൽ ദൈവം വന്നു മാത്രം. അതറിയാണ്ടാണ് ഞങ്ങൾ അല്ലേ. ശരി 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 ശരി. ദൈവത്തിന് ഇതൊക്കെ എന്തെങ്കിലും പ്രത്യക്ഷപ്പെട്ട് മനുഷ്യന്മാരോടൊന്നും പറയായിരുന്നില്ല, ഈ വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ മനുഷ്യന്മാർ തമ്മിൽ. അല്ല, എന്നോട് പറഞ്ഞ പോലെ എല്ലാവരോടും അടക്കളയിൽ എവിടെ നിന്ന് പറയാമല്ലോ ദൈവത്തിന്. ഞാനിതൊക്കെ ഒന്നെന്നെയാണ്. നിങ്ങൾ വെറുതെ എൻ്റെ പേരിൽ തല്ലുകൂടരുത്. വെറുതെ നീയാണ് വലുത്, ഞാൻ എന്റെയാണ്, ഇതാണ് എന്റെ, അതാണ് നിന്റെ, മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്.
എന്തെങ്കിലും അർത്ഥം ഉണ്ടായില്ല. ഈ മൂന്ന് ഞാനാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും അവര് വന്നത് എന്നാലും നിനക്ക് ഒരേ വേഷത്തിൽ 3 സ്ഥലത്തും വരായിരുന്നു. അതെന്താ? അപ്പൊ നിങ്ങൾക്ക് മാത്രമേ ഫാഷനൊക്കെ മാറിക്കൂടും, എനിക്ക് പറ്റില്ലേ? അമ്പട ദൈവമേ, ദൈവത്തിന് ഇതൊക്കെ ഭയങ്കര കൊതിയാണല്ലേ. കടുകിട്ടിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ്. അത് ശരി, ദൈവം ഇപ്പൊ അങ്ങനെ ചിന്തിക്കണത്. പിന്നെ മനുഷ്യനെ പോലെ തന്നെ ദൈവത്തിനും ദൈവത്തിനും ഉണ്ടാവില്ലേ കോസ്റ്റ്യൂം ഒക്കെ മാറണമെന്ന്? ദൈവത്തിന് ആഡംബരമൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? അത് ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ ദൈവത്തിനോട് ചോദിക്കണത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തറിയോ, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഏതൊക്കെയോ വേഷമുള്ളൂ, എന്തൊക്കെയോ അലങ്കാരങ്ങൾ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല. അതൊക്കെ നിങ്ങൾ തൃപ്തിക്ക്, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കാണാതെ പറ്റും. എന്നാ തരുമ്പോ വേണ്ടെന്നും പറയില്ല അല്ലേ? അതെന്തിനാ പറയുന്നത്? മക്കള് തരുന്നതല്ല, ആയിക്കോട്ടെ. അതായിക്കോട്ടെ, അവര് തരുന്നതല്ലേ, അവരുടെ സന്തോഷല്ലേ. അപ്പൊ അമ്മമാർക്കോ അച്ഛനോ മറ്റുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിനോ ഒരാളൊരു ഗിഫ്റ്റ് കൊടുക്കണം കറിവേപ്പില. ഇപ്പൊ ദൈവത്തിനോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ഞാൻ ചോദ്യം ചോദിച്ചാൽ ദൈവത്തിന് വല്ല വിഷമമുണ്ടോ? അറിയാത്ത പറഞ്ഞു തരാൻ ദൈവത്തിന് ഒരു വിഷമം. അപ്പൊ ഒരു ചോദ്യം കൂടെ ദൈവത്തിനോട് ചോദിക്കാണ്ട് കേട്ടോ. കുറെ കാലമായി ദൈവമേ, ക്രിസ്ത്യാനികളും പറയണു, ഖുറാനിലും പറയണു, ഭഗവത്ഗീതയിലും പറയണു, നീ വരും, വീണ്ടും വരും, വീണ്ടും വരും എന്ന് പറയണു. നിന്റെ വരവറ്റ കാണാനും ഇല്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താ അറിയോ? ഭഗവാനെ, ഇനി ഏത് കോസ്റ്റ്യൂമിലാണ് നീ വരാൻ പോണത്? ഒന്നാമത് ഇപ്പൊ എനിക്ക് വരാൻ തന്നെ പേടിയത്. അതെന്താ? കാരണം ഏത് ഈ മൂന്നിലും വന്നിട്ട് നിങ്ങളെന്നെ വിട്ടിട്ടില്ല. എന്ന് വെച്ചാ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്താ ചെയ്തത്? 3 വേഷത്തില് ഞാൻ 3 കോസ്റ്റ്യൂമിൽ ഞാൻ വന്നല്ലോ. എന്നിട്ട് നിങ്ങളെന്നെ വെറുതെ വിട്ടോ? അല്ല, സമാധാനമായിട്ട് ഇവിടെ നിന്ന് അയച്ചിട്ടില്ല. സമാധാനമായിട്ട് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് അയച്ചോ? അതിന് ദൈവമേ, ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ ഒപ്പം താമസിക്കാൻ. ജസ്റ്റ് അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോ ഞാൻ എന്തായിരിക്കും ഞാൻ പോയാ ആ ചിന്തയിലാണ് ഞാന്. മനുഷ്യനെ പേടിച്ചിട്ടാണോ? മനുഷ്യനെ തന്നെ, അല്ലാണ്ട് ആരെ പേടിക്കാനാ? നിങ്ങൾ 3 കോസ്റ്റ്യൂമിൽ ഞാൻ വന്നു, പക്ഷെ നിങ്ങൾ 3 പ്രാവശ്യം ശിക്ഷിച്ചയച്ചെന്നാ പറയണത്. പിന്നെ അല്ലാണ്ട് അപ്പൊ നീ 4ാമത്തത് എങ്ങനെയാണ് എന്നുള്ള പേടിയിലാണ്. പക്ഷെ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതെന്റെ കർമ്മം, അത് ഞാൻ ചെയ്തേ പറ്റില്ല. അപ്പൊ ഞാൻ അതിന്റെ പണിപ്പുരയിലാണ്. അപ്പൊ കോസ്റ്റ്യൂം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 3 കോസ്റ്റ്യൂമിലും വരില്ല, 4ാമത്തെ കോസ്റ്റ്യൂം ആയിരിക്കും. അതെ. അപ്പൊ അതിന് മുമ്പ് പാപമൊക്കെ ഒന്ന് നിർത്താന്നാണോ പറയണത്? അതെ, അതെന്തിനാ അറിയോ? പാവങ്ങൾ എത്രത്തോളം പെരുകുമെന്ന് നോക്കാണ്. എന്നിട്ട് അതിന്റെ എല്ലാ സമാപ്തിയിൽ എത്തുന്ന സമയത്ത് ഞാൻ വരും. എന്തിനാ അത്ര പേരെ കാത്തേക്കണ്? പാപം ഉണ്ടാവണേക്കാളും അതുവരെ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചില നിങ്ങൾ നന്നാവോ, ഇനി എങ്ങനെ മാറ്റം ഉണ്ടാവോ, നന്മകൾ ഉണ്ടാവോ? ഈ പാവം മാത്രമാണോ ഉണ്ടാവുന്നത്? നന്മകൾ ഉണ്ടാവില്ല എന്നൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ദൈവല്ലേ. പിന്നെ ദൈവമേ, അതെ അതെ മിസ്റ്റർ ദൈവം, ഒന്ന് നോക്കൂ ദൈവമേ. ദൈവം ഞാൻ രൂപത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. എന്താ അറിയോ, മനുഷ്യനിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഒരു 10 മിനിറ്റ് ദൈവമായി കഴിഞ്ഞാൽ ദൈവം ആവും. അതാണ്. നല്ല 4 വചനം പറഞ്ഞാൽ പറയും ഞാനാണ് ദൈവം എന്ന്. എവിടുന്നെങ്കിലും എന്തെങ്കിലും വായിക്കും. അല്ലല്ല, ഞാൻ അതൊന്ന് പുറത്തിറങ്ങാനാ പറഞ്ഞത്. കാരണം എന്താ അറിയോ, ആൾദൈവങ്ങളും കൊണ്ട് കൊല്ലാകൊലയായി എൻ്റെ നാട്ടിൽ കേട്ടോ. ഒരുപാട് പേര് കുന്നുമുകളിലൊക്കെ പോയിട്ട് അവിടുന്ന് ഉരുണ്ട് വീണ് മരിച്ചു പോയിട്ടുണ്ട് ദൈവത്തിനെ കാണാൻ പോയിട്ട്. എന്താ അറിയോ, അവർ പണ്ടേതോ ജ്ഞാനികൾ എഴുതി വെച്ചൊക്കെ വായിച്ചിട്ട് അവർ സ്വയം ആൾദൈവമായിട്ട് എത്ര പേരാണ് ബലിയാവണത്. ആ ദൈവം ഒന്ന് ഇറങ്ങിക്കോട്ടെ കേട്ടോ. ദൈവമേ, ഇങ്ങോട്ട് നോക്കൂ. ദൈവം ഇനി പാചകപ്പണിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണ്ട കേട്ടോ. അമ്മ വന്നിട്ട് ചെയ്തോളും കേട്ടോ. ദൈവമേ, ഒരു കാര്യം കൊണ്ട് റിക്വസ്റ്റ് ഉണ്ട്. എന്നാ ദൈവം അതങ്ങോട്ട് പാചകം അങ്ങോട്ട് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി. അപ്പൊ ഈ മനുകുലത്തിനോട് ദൈവത്തിന് പറയാനുള്ളത് എന്താ? അല്ല, ദൈവത്തിന് ഈ മൃഗത്തിനോടൊന്നും പറയാനില്ലേ? അല്ല, അവര് ഞങ്ങളെ പോലെ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. പക്ഷെ അവരങ്ങനെ അവരുടേതായ കാര്യങ്ങളിൽ മുഴുകിയിട്ട് അവരങ്ങനെ വലിയ ദ്രോഹമൊന്നും ചെയ്യുന്നില്ല. പാവങ്ങൾ മനുഷ്യന്മാരാണോ ദ്രോഹം ചെയ്യുന്നത്? മനുഷ്യന്മാരെന്നെയാണ് ദ്രോഹിക്കുന്നത്. ആണോ? അവരൊന്നും നമുക്കൊന്നും പറയണ്ട. അപ്പൊ നല്ല പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കുറച്ച് ശർക്കരയൊക്കെ ഇടാം. പക്ഷെ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയൊക്കെ ഇട്ടാൽ നന്നായിരിക്കും. ഇതാണ് എനിക്കറിയുന്ന കൂട്ടുകറി. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാക്കുക. ചില സമയത്ത് അമ്മ ഒരൊക്കെ ശർക്കരയൊക്കെ ഇടും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഇടാറില്ല കേട്ടോ. ഇത് കൂട്ടുകറി. അപ്പൊ ഓണത്തിന് ഇങ്ങനെ ഒരു കൂട്ടുകറി ഉണ്ടാക്കി. അപ്പൊ ദൈവത്തിനോട് ഒരു ചോദ്യം കൂടി കേട്ടോ. ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട്
തട്ടിപ്പിലൂടെ കാശുണ്ടാക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, ദൈവത്തിൻ്റെ പേരും വന്നിട്ട് മതത്തിൻ്റെ പേരും വന്നിട്ട് വഴക്കൂടുന്ന വേറൊരു വിഭാഗം ജനങ്ങൾ, അങ്ങനെ എൻ്റെയാണ് ദൈവം നിൻ്റെയാണ് ദൈവം എന്നിട്ട് തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അതുപോലെ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന വേറൊരു കൂട്ടം ജനങ്ങൾ. ഇവരോടൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് ദൈവത്തിന് പറയാനുണ്ട്? പ്രത്യക്ഷപ്പെട്ട് എപ്പോഴെങ്കിലല്ലേ കിട്ടുള്ളൂ. ഇന്ന് കിട്ടി, അത് കാരണം കൊണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ദൈവത്തിന് പറയാനുണ്ടോ? ഇതെല്ലാം ഞാൻ തന്നെയാണ്, ഞാൻ ഒന്നാണ്. അപ്പൊ നിന്നെ വിറ്റ് കുറെ ആൾക്കാർ കാശുണ്ടാക്കണ്ടല്ലോ, അത് ശരിയാണോ? അത് ശരിയല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയാ. കാരണം എന്താ പറഞ്ഞാൽ എല്ലാം ഞാനാണ്. ദൈവത്തിന് മൂക്കും കണ്ണൊക്കെ അങ്ങനെ തുടക്കണം ഇടയ്ക്ക്, എനിക്ക് വേണം. അപ്പൊ ഞാൻ തന്നെയാണ് എല്ലാം, ഞാൻ ഒന്നാണ്. അത് വിശ്വസിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ നന്നായി ജീവിച്ച് കാണണമെന്ന് ദൈവമായ എനിക്ക്, സൃഷ്ടികർത്തനായ എനിക്കൊരാഗ്രഹമുണ്ട്. അത് നടക്കുമോ എന്നറിയില്ല. അത് നടക്കുകയാണെങ്കിൽ അടുത്ത അവതാരത്തിൽ നല്ല സ്നേഹത്തോടു കൂടി വരും, അല്ലെങ്കിൽ രൗദ്ര രൂപത്തിലും കൂടി വരും. എന്നാ ശരി ദൈവമേ. ഇപ്പൊ ദൈവം പോയിട്ട് ഞങ്ങളുടെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നോട്ടെ, കാരണം ഊണ് കഴിക്കാൻ വിളിക്കാനൊന്നും ദൈവം അങ്ങനെ വിളിക്കാറില്ല. അത് കാരണം അമ്മ വരൂ, ദൈവമേ പോവും. ദൈവം പോയി, ഇനി അമ്മ. അത് അമ്മയാണ് പറയുക, അല്ല നമുക്ക് മനസ്സിലാവില്ല. ദൈവം പോയില്ലേ, അമ്മയാണ് അമ്മ. ഇത് അമ്മ, ഇത് സാധാരണ വീട്ടമ്മ. അപ്പൊ ചേനയും കായും കടലയും കൂടെയുള്ള കൂട്ടുകറി. അപ്പൊ ഇതാണ് ഒരു കൂട്ടുകറി, എനിക്കിതേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ കൂട്ടുകറി കൂട്ടി ഊണ് കഴിക്കാനൊന്നും വരില്ല. അപ്പൊ എല്ലാവരും വീട്ടിലും ഓണമാണ്, എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ഓണത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോ. ഓക്കെ.